ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മാക്സി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി വരുന്നത് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 320 ഇതിന് റേറ്റ് ലേശം കൂടുതലാണ്, 200 വരുന്നത്. 320 അജ്രക്കിൻ്റെ നല്ല അടിപൊളി DCMൽ വരുന്ന പ്രിൻറ്റുകളാണ് വരുന്നത്. ഈ ഒരു അജ്രക്കിന് DCM മോഹൻ എന്ന് പറഞ്ഞ 2 ബ്രാൻഡിലുണ്ട്. അപ്പോൾ മോഹൻ ആകുമ്പോൾ കുറച്ചൊരു റേറ്റ് കുറയും, DCM ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റേറ്റ് കൂടും കേട്ടോ. അതേ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയാനുള്ളത്. പിന്നെ ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളി മെറ്റീരിയലാണ്. നമ്മൾ ഇനിയിപ്പോൾ എത്ര വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും കളർ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് വന്നിട്ടുള്ളത് 3 കളേഴ്സിലാണ്. മെറൂണ്, ബ്ലാക്ക് ബ്ലാക്ക് അല്ല, ബ്ലൂ, പിന്നെ റെഡ്. ഈ ഒരു ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ബ്ലൂ മിക്സിങ് ആയിട്ടുള്ളൊരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് 10 പീസിന് 110 രൂപയാണ് ഇതിൻ്റെ ഷിപ്പിംഗ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ എല്ലാ സ്ഥലത്തും നമ്മൾ ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അധികം പ്രൊഫഷണൽ കൊറിയറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഹോം ഡെലിവറി ആവശ്യമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ പോസ്റ്റലായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ എല്ലാം ഈ ഒരു DTDCയും പോസ്റ്റ് ഓഫീസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചാർജ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ പ്രൊഫഷണൽ കൊറിയർ തന്നെയാണ് സെൻഡ് ചെയ്യാറുള്ളത്. പിന്നെ അത് അവൈലബിൾ അല്ലാത്തവർക്കാണ്, കാരണം തൊട്ടടുത്ത ഹോം ടൗണിലൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അത് അവരോട് നമ്മൾ പറയും കേട്ടോ, കുറച്ച് ചാർജ് കൂടുതലാണെന്നുള്ളത്. അപ്പോൾ കസ്റ്റമേഴ്സിന് പ്രശ്നമില്ല, ആ ചാർജ് അവർ തരുമെന്ന് പറയാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ DTDCയും പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് കിട്ടണമെങ്കിൽ 10 പീസ് മിനിമം 10 പീസെങ്കിലും എടുക്കണം, എന്നാലാണ് ഹോൾസെയിലായിട്ട് കൊടുക്കുക. റീറ്റെയിൽ പ്രൈസും നമ്മളെടുത്തുണ്ട്. പിന്നെ നമ്മൾ 1 മുതൽ ഒക്കെ ഒരു പീസ് വരെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിനേക്കാളും ഒരു 10 രൂപ കൂടും. അതായത് ഇതിനിപ്പോൾ റേറ്റ് 200 ആണെന്നുണ്ടെങ്കിൽ 210 ഇതിൻ്റെ റേറ്റ് വരുന്നത്, കാരണം ഇത് 320 ആണല്ലോ. പിന്നെ ഇതിൽ മിക്സ് ആൻഡ് മാച്ച് ഉണ്ട്, കുറേയൊക്കെ മിക്സ് ആൻഡ് മാച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ കൊടുക്കുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോഴേ ആ ഒരു പെയറും എടുക്കണം. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് നമുക്ക് ഫ്രോക്ക് നൈറ്റും അല്ലാത്ത നമുക്ക് എന്താ പറയുക, ചുരിദാർ ടോപ്പും ബോട്ടമൊക്കെ ആയിട്ടുള്ള ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. ഏകദേശം ഒരു ജയ്പൂർ കോട്ടൻ്റെ ഒക്കെ ഒരു പോലെ തോന്നിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇതായിരിക്കും ഇങ്ങനത്തെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ 320 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വന്നിട്ടുള്ളത് ഈ ബ്ലാക്കിൽ വരുന്ന കളർ, ഈ ബ്ലാക്ക് കളറായിട്ട് നമുക്ക് തോന്നുന്ന കളേഴ്സൊക്കെ ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ഒരു ചെറിയൊരു ബ്ലാക്ക് മിക്സിങ്ങും വരുന്ന കളറാണ്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ വിചാരിക്കുക അത് ബ്ലാക്ക് ആണെന്ന്, ബ്ലാക്ക് അല്ല. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് 290 വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 175. ആവശ്യമുള്ള ആൾക്കാർ ഞാൻ മേലെ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ഇതിന്ന് സെൻഡ് ചെയ്തിട്ട് ആ ഒരു നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ മാക്സി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിലും കൂടിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. പിന്നെ പുതിയതൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു അജ്രക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമുക്ക് കാണാനേ കിട്ടാറില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അജ്രക്ക് കൊണ്ടൊരു കളിയാണ്. നമ്മൾ പറയില്ലേ, ഭയങ്കര ഒരു എവിടെ നോക്കിയാലും അജ്രക്ക് മയാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ടുള്ളത് 145 കുമുദിൻ്റെ മെറ്റീരിയൽസാണ്. ഇത് നല്ല ഒരു സോഫ്റ്റ് കോട്ടൺ ആണ്. നമ്മളെ 169 ഈ ഇപ്പം അജ്രക്കിൻ്റെ ഒന്നും അത്ര കട്ടി ഉണ്ടാവില്ല, കുറച്ചൊരു കട്ടി കുറവാണ്. പക്ഷേ ഓൾമോസ്റ്റ് ഇടാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ റേറ്റ് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു മെറ്റീരിയലിന് യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് 1000-ലധികം പീസായി ഇപ്പോൾ ഇതെടുക്കുന്നത്. എല്ലാം പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം ഇത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. റേറ്റ് കുറഞ്ഞതാകുമ്പോൾ സെലക്ഷൻസ് കുറവായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴും എനിക്ക് ഇത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം പീസ് എടുത്തതാണ്. ചിലപ്പം പോയാൽ വലിയ രസമുള്ളതൊന്നും ഉണ്ടാവില്ല, അപ്പം പിന്നെ ഞാൻ അന്നേരം അത് എടുക്കാതെ പോരാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതെല്ലാം നല്ല നമ്മൾ ഈ ഒരു കാണുന്ന പിക്കിൽ കാണുന്ന അതേ ഒരു കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെ 175 മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്, ഭാരതിൻ്റെ. ഇതിങ്ങനെ പ്രിൻ്റ് വരുന്നുണ്ട്. അത് നമുക്ക് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. 3 കളേഴ്സിലായിട്ടാണ് വരുന്നത്, മറൂണ്, കോഫി ബ്രൗണ്, പിന്നെ ബ്ലൂ. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായ മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമ്മളെ ആ ഒരു കലങ്കാരി ഡിസൈനിലൊക്കെ വന്നിട്ട് ഷോൾ വരുന്നതാണ്, 3 മീറ്ററാണ്. ഇതിൻ്റെ റേറ്റ് 275. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. മറ്റേ നമ്മൾ വിത്ത് ഷോൾ നൈറ്റിയൊക്കെ എടുക്കുമ്പോൾ ചില ഷോളൊന്നും ഒന്നിനും പറ്റില്ല കേട്ടോ. പക്ഷേ ഇത് നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഈ ഒരു വൈറ്റ് പ്രിൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല വൈറ്റ് പാൻറ്റൊക്കെ ഇട്ട് ലേസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത
നല്ലൊരു സ്റ്റാൻഡേർഡ് കോട്ടൺ വൈറ്റ് ചുരിദാറാവും കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല, ഇനിയിപ്പം മാക്സി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. പക്ഷെ അത് അതിനേക്കാളും ഭംഗി ഉണ്ടാവുക ആ ഒരു ചുരിദാറായിട്ട്, കാരണം വിത്ത് ഷോളാണല്ലോ. അപ്പോൾ ഒരു പാൻറ്റും കൂടി വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ്. ആവശ്യമുള്ളവർ വേഗം വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.